നിങ്ങൾ കേട്ട് കാണും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഇന്ത്യൻ പത്രങ്ങളിലും പ്രത്യേകിച്ച് റീജിയണൽ പത്രങ്ങളിലും ഹിന്ദി പത്രങ്ങളിലും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വാർത്തയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് അരി കൊടുക്കരുത്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുമ്പിൽ, അതായത് ഈ പ്രാഥമികമായിട്ടും ഈ പറയുന്ന ബാസ്മതി അല്ല, സബ്സിഡൈസ്ഡ് രീതിയിൽ കൊടുക്കുന്ന അരി അത് നിർത്തലാക്കണം. ബംഗ്ലാദേശ് ബെഗ് ചെയ്യുകയാണ് ഇന്ത്യയുടെ മുമ്പിൽ. ഇന്ത്യ അതേപോലെ തന്നെ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്ന കോട്ടൺ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഒനിയൻ, ഏകദേശം 37 ഐറ്റംസ്. ഇതിൻ്റെയൊക്കെ പേരുകൾ ഓരോന്ന് എടുത്ത് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മലയാളത്തിലെ ചില ചാനലുകളും പത്രങ്ങളും ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴുണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെൻ്റ് എന്ന് മനസ്സിലാക്കുക, ബംഗ്ലാദേശ് അമേരിക്ക എന്താണ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ, ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ മുകളിൽ, സെയിം മോഡസ് ഓപ്പറൻഡി ഇന്ത്യക്ക് മുകളിൽ പ്രയോഗിച്ചു. 37 ഐറ്റംസ് ഇൻക്ലൂഡിങ് റൈസിൻ്റെ പേര് പ്രത്യേകം പരാമർശിക്കുന്നില്ല എങ്കിലും റൈസ് ഉൾപ്പെടെ, ഒനിയൻ ഉൾപ്പെടെ, എൻജിനീയറിംഗ് പാർട്സ് ഉൾപ്പെടെ 37 സാധനങ്ങൾക്ക് ബംഗ്ലാദേശ് ടാരിഫ് ഏർപ്പെടുത്തി. ടാരിഫ് ചിലതിന് 10 ഉണ്ട്, ചിലതിന് 20 ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ നിന്നും പോകുന്ന കോട്ടൺ, അവരുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഭാഗമാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. ആ കോട്ടന് മുകളിൽ പോലും 10 മുതൽ 25% ടാരിഫ് ഏർപ്പെടുത്തി. അതേപോലെ ഇന്ത്യയിൽ നിന്നും പോകുന്ന ഫുഡ് സാധനങ്ങളായ മിൽക്ക് പൗഡർ, മറ്റുള്ള സാധനങ്ങൾ, വെണ്ണ, ഇതിൻ്റെ മുകളിൽ ഏർപ്പെടുത്തി. ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യക്കാരിതൊന്നും. അതാണ് ഈ പറയുന്നത്, ചിലയിടത്തൊന്നും കയറി ചൊറിയാൻ പോകരുത്. കാരണം ആ രാജ്യത്തിന് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതവർ കാണിച്ചു കൊടുത്തു. കാരണം ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ടസിൽ അതിന് മറ്റൊരു രൂപം ഉണ്ടായി. അതാണ് അതിൻ്റെ കാരണം. അവരും തീരുമാനിച്ചു അവിടുന്ന് ഇന്ത്യയിലൊക്കെ അയക്കുന്ന ജൂട്ട്, അതായത് ചണം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ പാക്കിംഗ് ഇൻഡസ്ട്രീസിലാണ്. അതായത് സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും, അതിന് പോലും അവർ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറയുന്നത്, ഈ ചിലയിടത്തൊന്നും പോയി വലിയമ്മാവനാകാൻ കളിക്കാൻ പോകരുത്.